ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നത്. ബിക്കോസ് എല്ലാവർക്കും അറിയാം നമ്മള് കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ആൻഡ് ഐ ടുക്ക് എ ബ്രേക്ക്. അറൌണ്ട് ഒരു 1 year ഒക്കെ ആയിട്ട് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കുട്ടികള് ഇവരും പിന്നെ ജോലിയും എല്ലാം കൂടെ വന്ന സമയത്ത് എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. ഇപ്പൊ എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, കുറച്ചും കൂടെ നമ്മുടെ മെമ്മറീസ് ഒക്കെ കുറച്ചുകൂടെ അങ്ങനെ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇന്ന് നമ്മൾ പോണത് ജസ്റ്റ് സൺഡേ ആണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോ വരുന്നുണ്ട്. ഓളെ പിക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ലഞ്ച് കഴിക്കാം, പിന്നെ കുറച്ച് ഷോപ്പിംഗ്, പിന്നെ വരെ കൂടെ കുറച്ച് കളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. ഇത് സക്സസ് ആവോ ഇല്ലയെന്നൊന്നും അറിയില്ല, എന്നാലും ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. സോ ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോയിലൊക്കെ പിക്ക് ചെയ്തിട്ട് നേരെ ലഞ്ച് കഴിക്കാൻ പോയി. സാഗറിലാണ് കേട്ടോ പോയിണ്ടായിരുന്നു. സോ ആസ് യൂഷ്വൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുറച്ച് കച്ചറി ഒച്ചപ്പാടൊക്കെ ആണ് കേട്ടോ കാണുന്നത്. സോ നമ്മളെല്ലാവരും അവിടുന്ന് ബിരിയാണി പിന്നെ ഹസ്ബൻഡ് ഒരു നോർമൽ മീൽസൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഗോകുലം മാളിലെ പ്ലിയാസയിലേക്ക് പോയിട്ടോ. സോ ആടുന്ന് വേഗം ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വേഗം ഗോകുലത്തേക്ക് ഇറങ്ങി. നല്ല വെയിലായതുകൊണ്ട് വേഗം ഗോകുലത്തേക്ക് പോയിട്ടോ. സോ പോണതിന് മുമ്പ് അവിടെ എത്തി കച്ചറ കളിക്കോ ഇല്ലയോ എന്നുള്ളത് ആദ്യം പ്രോമിസ് വാങ്ങിയിട്ടാട്ടോ പോണത്. ഓക്കെ. പിന്നെ നേരെ ഗോകുലത്തിലെ പ്ലാസയ്ക്ക് പോയിട്ടോ. അവിടുന്ന് ഫുൾ ഓരോ ഗെയിംസിലും കളിക്കണമെന്ന് ആദ്യം വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നാണ്. അപ്പോൾ ഓരോ ടിക്കറ്റ്സ് കിട്ടുമ്പോഴും എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് അടുത്ത ഗെയിം ഏതാന്ന് വെച്ചിട്ട് നിൽക്കുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ ക്ലോ മെഷീൻ എന്തായാലും കളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ട്രൈ ചെയ്ത് 2 ട്രൈയിലും ഓന് കിട്ടിയില്ല. അപ്പം അതിൻ്റെ സങ്കടത്തിൽ ഫുൾ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്തപ്പോൾ ഒന്ന് കിട്ടി, പക്ഷെ ഓൻ വിചാരിച്ചത് കിട്ടിയില്ല. പിന്നെ അതിൻ്റെ കച്ചറായിരുന്നു കേട്ടോ ഫുള്ള്. അവിടെ കളിക്കാൻ പറ്റിയ ഒട്ടുമിക്ക എല്ലാ ഗെയിംസും ഞങ്ങളൊക്കെ കളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ഗെയിം കളിക്കുന്ന എക്സൈറ്റ്മെൻറ്റിൽ ഞാനും ഭയങ്കര എക്സൈറ്റഡായി. അവിടെയുള്ള കുറച്ച് ഗെയിംസ് ഞാനും കളിച്ചു നോക്കി. അപ്പോൾ ഓരോ ഗെയിം കളിക്കുമ്പോൾ ഈ ടിക്കറ്റ് കിട്ടുന്ന ഈ ടിക്കറ്റ് കൊണ്ട് അവിടെ പോയിട്ട് ഈ റിവാർഡ്സ് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ മെനക്കെട്ട് കളിക്കണത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ഗെയിംസിലൊക്കെ കളിച്ച് പിന്നെ നമ്മൾ ആ ടിക്കറ്റ്സൊക്കെ കളക്ട് ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് 2 ആളും ഓരോ ബോൾസൊക്കെ വാങ്ങി. പിന്നെ നേരെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ആ ഷോപ്പിംഗ് ഒക്കെ തീർത്ത് നമ്മൾ ഒരു കഫേ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് റീൽസിലൊക്കെ. ബീച്ചിനടുത്തുള്ളൊരു കഫേസും അങ്ങോട്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ ഒന്ന് എൻ്റെ അനിയത്തിയാണ്, ദെൻ ഒരാൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്, പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉണ്ടോ പോയിണ്ടായിരുന്നത്.
കുറേ ദിവസമായിട്ടോ ഈ ഒരു കോജ് എന്ന് പറയുന്ന ഈ ഒരു കഫേയുടെ റീല് കാണാൻ തുടങ്ങിയിട്ട്. ബീച്ച് സൈഡിലായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു. പിന്നെ വൈകുന്നേരം ആ ഒരു 4 മണി ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സൺസെറ്റും കോഫിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടായിരുന്നു. പക്ഷെ മെയിൻ ഇഷ്യൂ എന്താ വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് 2 സീറ്റിംഗ് ആണ് ഈ ഒരു സീ വ്യൂയിലേക്കുള്ളത്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഭയങ്കര റഷ് ആയിരുന്നു. ബാക്കി കുറച്ച് മേലെയും ഒക്കെ സീറ്റ് ഉണ്ട്. പക്ഷേ ഇതായിരുന്നു അവിടുത്തെ ബെസ്റ്റ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടിയ സീറ്റിൽ നമ്മൾ ഇരുന്നിട്ട് അവിടുന്ന് 3 ഫുഡൊക്കെ ഓർഡർ ചെയ്തു. 3 ടൈപ്പ്. കുറച്ച് ലോഡഡ് ഫ്രൈസ്, പിന്നെ പിസ്സ, അതേപോലെ പാസ്ത ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ ആവറേജ് ആയിരുന്നു, പക്ഷേ ഈ ഒരു ആംബിയൻസ് കിട്ടുമായിരുന്നു കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സൺഡേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് നെക്സ്റ്റ് വീക്കിൽ വരാം. സോ ബൈ.